ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ഫെബ്രുവരി 23 ആദിത്യദാത്ത് സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ വിദ്യുത് ജമാൽ ചിത്രമാണ് ക്രാക്ക് ജീതേക തു ജിയേക എന്ന് പറയുന്ന ചിത്രം കാണാനുള്ള ഏക റീസൺ എന്ന് പറയുന്നത് വിദ്യുത് ജമാൽ എന്ന് പറയുന്ന ആക്ടറിൻ്റെ സ്റ്റണ്ട് കാണാൻ മാത്രമാണ് ഞാൻ സിനിമ കണ്ടത്. അദ്ദേഹത്തിൻ്റെ സ്റ്റണ്ട് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഇന്ത്യൻ ബ്രൂസ്ലി എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റണ്ട് അദ്ദേഹം കഷ്ടപ്പെട്ട് ട്രെയിൻഡായിട്ട് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അതിന് വളരെയധികം ഞാൻ ബഹുമാനിക്കുന്നു. കാരണം വെച്ചാൽ ഇത്രയും സ്റ്റണ്ട് റിസ്ക് ചെയ്യുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് വിദ്യുത് ജമാലാണ് ഇന്ത്യയിലുള്ള ഒരു എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. കാരണം കുറേ പേര് ഉണ്ടെങ്കിലും അതിലൊരാൾ വിദ്യുത് ജമാലും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് ഏകദേശം 2 മണിക്കൂറും 12 മിനിറ്റും ഉണ്ട്. സിനിമയുടെ സ്റ്റണ്ട് നോക്കിക്കഴിഞ്ഞാൽ കിടില സ്റ്റണ്ട്സാണ് എല്ലാം വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല പരുക്ക് എല്ലാവർക്കും പറ്റിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ക്യാമറയൊക്കെ അവിടെ ഇവിടെയൊക്കെ മറിയുന്ന സീൻസൊക്കെ ചെറുതായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നല്ല വൃത്തിയെ പണിയെടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ഈ സിനിമയെന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയിൽ അദ്ദേഹം പ്രത്യേകിച്ചൊരു ഇൻസ്ട്രക്ഷൻ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. വീട്ടിലോ വെളിയിലോ ഇത് അനുഗ്രഹിക്കാൻ നിൽക്കരുത്, പണി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയിൽ തന്നെ. അപ്പം സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല. സ്റ്റോറി വൈസ് ഒക്കെ ആണെങ്കിൽ ഒരു മൈതാനം എന്ന് പറയുന്നൊരു വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ജീവമരണ പോരാട്ടം നടക്കുന്ന ഒരു ഗെയിമാണ്. ആ ഗെയിമിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി പല സാഹസികളും ചെയ്ത് പല രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ എൻട്രി ചെയ്യുന്ന ഒരു മൈതാനം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. അതിലേക്ക് നമ്മുടെ വിദ്യുത് ജമാൽ എൻട്രി ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഇതിനു മുമ്പ് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കാരണവശാൽ അദ്ദേഹത്തിൻ്റെ ചേട്ടന് ജയിക്കാൻ പറ്റിയിട്ടില്ല, അവസാന നിമിഷം മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ആഗ്രഹത്താൽ അദ്ദേഹം അതിൽ എൻട്രി ചെയ്യുകയും പിന്നെ ജയിക്കുന്ന കഥകളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. വില്ലനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വില്ലൻ തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ സ്റ്റണ്ടൊക്കെ വേറെ ലെവലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സിനിമ തിയേറ്ററിൽ പൊട്ടിപ്പോയിട്ടുള്ള സിനിമയും കൂടെയാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ പൊട്ടിയതായാലും പൊട്ടാത്തതായാലും ഞാൻ കാണും സിനിമ, എന്നിട്ട് ഞാൻ റിവ്യൂ പറയും. എൻ്റെ ഒപ്പീനിയൻ നോക്കിക്കഴിഞ്ഞാൽ സിനിമ കുഴപ്പമില്ല, അടിപൊളി സിനിമയൊക്കെ തന്നെയാണ്. ഒരു തവണയൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ നല്ല സിനിമ. നടിയെക്കുറിച്ച് നോക്കേണ്ട ഒരു ആവശ്യമില്ല, നോറയാണ് നടിയായിട്ട് വന്നിട്ടുള്ള. പിന്നെ എമി ജാക്സൺ ഉണ്ട്. എമി ജാക്സൺ അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ആക്ടറിൻ്റെ സ്റ്റണ്ടാണ്, വിദ്യുത് ജമാലിൻ്റെ. അതിന് ഞാൻ 100% സാറ്റിസ്ഫൈഡുമാണ്. പിന്നെ എവിടെയൊക്കെ ഈ സൗണ്ട് മിക്സിങ് അതത്ര അങ്ങ് വന്നിട്ടില്ല. ഒരു ഗുമ്മിൻ്റെ കുറവുണ്ട് ഇഡിയുടെ ഫോഴ്സിന്. പിന്നെ സ്റ്റണ്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്, അത്ര എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത്രയൊക്കെയുള്ള എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സിനിമ ഇപ്പം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലോ ആമസോൺ പ്രൈം വീഡിയോയിലോ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ ചെന്ന് കാണാൻ ശ്രമിക്കുക. ഇത്രയൊക്കെയുള്ള വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് താങ്ക്സ്.